ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഉണ്ണുന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നിരുന്നു. കേസാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു? ഞാൻ ചെയ്യില്ല. മോശമായി പോയി. ഒഴിവാക്കേണ്ടതായിരുന്നു അല്ലേ? അതിലൊന്നും ഭർത്താവ് ഞാൻ പറയുന്നില്ല. അത് പറയുന്നത് ശരിയല്ല. അല്ല, അതിൽ പല ഈ ഇതൊക്കെ കണ്ടു. കേസായിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, അത് മോശമായി പോയി എന്നിട്ട് നിങ്ങളുടെ പ്രവർത്തകർ തന്നെ ആ രീതിയിലുള്ള ഒരു വികാരം പങ്കുവെക്കുന്നത് കണ്ടു. അത് പ്രവർത്തകന്മാർ പങ്കുവെച്ചാൽ അത് പങ്കുവെച്ചതങ്ങ് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ മതി. പ്രവർത്തകന്മാരല്ലേ പറഞ്ഞു. അത് നിങ്ങൾ കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ ചൊവ്വന്നൂർ മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന യുവാവിനെ അമ്പലത്തിൽ ശാന്തിയായി പൂജാരിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നാട്ടിലെ ആർക്കും രണ്ടഭിപ്രായമില്ലാത്ത വളരെ നിഷ്കളങ്കനായ സൽസ്വഭാവക്കാരനായ ഒരു യുവാവിനെ കഴിഞ്ഞ 2023 പോലീസുകാർ ഒരു കാരണവുമില്ലാതെ ഇയാൾക്കെതിരെ ഒരു നടപടിയോ ഒരു കേസോ ഒരു പരാതിയോ ഒന്നുമില്ല. വഴിയെ പോകുന്ന സുജിത്തിനെ പോലീസുകാർ കയറി തെറി വിളിക്കല്ലേ സാറേ എന്ന് പറഞ്ഞതിനാണ് സുജിത്തിനെ പിടിച്ചു കൊണ്ടുപോയി കൈയും കാലും ബന്ധിച്ച് മർദ്ദിച്ച് അവശനാക്കി അയാളെ കർണപുടം പോലും അടിച്ചു പൊട്ടിക്കുന്ന രീതിയിൽ, ഇഞ്ചം പരിവാക്കുന്ന രീതിയിൽ മർദ്ദിച്ച് അവശനാക്കിയത്. ആ ഒരു യുവാവ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ എന്തോ അയാളുടെ വീട്ടുകാരുടെ ഭാഗ്യമോ അതോ അയാളുടെ അമ്മയുടെ പ്രാർത്ഥനയോ മറ്റോ എന്തോ അയാൾ ജീവിതം ബാക്കിയായി. അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ഇട്ടുകൊണ്ട് പോലീസുകാർ ഈ യുവാവിനെ നിഷ്ഠൂരമായി ആക്രമിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വരുന്നത്. ആ പുറത്തു വന്ന വീഡിയോകൾ കാണുന്ന മനുഷ്യൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ പോലീസ് സ്റ്റേഷനിൽ, കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ CCTV ക്യാമറ സർവൈലൻസ് ലഭ്യമല്ലാത്ത ചിലയിടങ്ങളുണ്ട്. അതായത് ക്യാമറയുടെ കണ്ണിൽ പെടാത്ത ചിലയിടങ്ങൾ. അവിടെ വെച്ചൊക്കെ പോലീസ് ഈ സുജിത്ത് എന്ന് പറയുന്ന യുവാവിനെ മർദ്ദിച്ചതും ആക്രമിച്ചതും നമ്മൾ കാണാൻ സാധ്യതയില്ലാത്തത് ഒരു കണക്കിന് നന്നായി എന്നുള്ളതാണ്. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം തന്നെ ചിലപ്പോൾ പൊട്ടിപ്പോകും, നമ്മൾക്ക് ഹൃദയസ്തംഭനം വന്നു പോകും. അത്തരത്തിലാണ് ആ യുവാവിനുണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ബട്ട് ആ CCTV ഉള്ള മേഖലകളിൽ നമ്മൾ കണ്ടു, പോലീസ് അത് കണ്ടിട്ട് തന്നെ നമ്മൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അത്രയേറെ വലിയ ആക്രമം. ആ ആക്രമണത്തിന്റെ 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ആ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. 2 വർഷത്തെ നിയമ പോരാട്ടം വളരെ വളരെ ചങ്കുറപ്പോടുകൂടി നട്ടല് നിവർത്തിക്കൊണ്ട് തന്നെ ആക്രമിച്ച് ഏത് കാക്കിയിട്ടവരെയും വെറുതെ വിടരുത്, അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആ യുവാവിന്റെ ദൃഢനിശ്ചയം കൂടെ വർഗീസേട്ടൻ എന്ന് പറയുന്ന ആ വർഗീസേട്ടൻ കൂടിയപ്പോ വല്ലാത്തൊരു പോരാട്ടമായിരുന്നു. അങ്ങനത്തെ 2 വർഷം പോരാടി ആ വിഷ്വലുകൾ പുറത്തു വന്ന അന്ന് എന്താ നിങ്ങൾ കണ്ടില്ലേ? അന്ന് മുഖ്യമന്ത്രിയുടെ ഓണസൽക്കാരം. ആ സൽക്കാരത്തിൽ VD സതീശനും പിണറായി വിജയനും ഒരുമിച്ചൊന്ന് സദ്യ ഉണ്ണുന്നു. അവർ ആഘോഷിക്കുന്നു, അവർ കളിതമാശകൾ പറയുന്നു, ചിരിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് ഇപ്പോ സുധാകരൻ, മുൻ KPCCയുടെ പ്രസിഡന്റ്, കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് ഈ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റിയപ്പോൾ അന്ന് KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇയാൾ വേണമെന്ന് ആഗ്രഹിച്ചവർ ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒന്നടങ്കം എല്ലാവരും അത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സുധാകരനെ മാറ്റി അവിടെ സണ്ണി ജോസഫിനെ പ്രതിഷ്ഠിച്ചപ്പോൾ അത് ഒരിക്കലും മോശമായില്ല. ആ തീരുമാനത്തെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. സുധാകരൻ അവിടെ ഉണ്ടാകണമെന്ന് ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ആഗ്രഹിച്ചതാണ്. ഇന്നിപ്പോ VD സതീശൻ ചെയ്തത്, VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് സുധാകരൻ വന്നിരിക്കുന്നത്. VD സതീശനെതിരെ ഓൾറെഡി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന നിലപാട് അത് സതീശന്റെ ചില പിടിവാശികളുടെ പുറത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും ഈ VD സതീശന്റെ ചില പിടിവാശികൾ കാരണമാണെന്ന് ആക്ഷേപിക്കുകയും അത് വളരെ തിടുക്കപ്പെട്ടായി ഉള്ള തീരുമാനമായി പോയി എന്ന് വിമർശിക്കുകയും ചെയ്യുന്നവർ കോൺഗ്രസിൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് സുധാകരൻ പറഞ്ഞു വെച്ചത്. വളരെ മോശമായി പോയി, വളരെ മോശം. കാരണം ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന സുജിത്ത് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ
ഇഞ്ചം പരിവാക്കിയതിന്റെ വീഡിയോ പുറത്തു വന്ന അതേ നിമിഷം പിണറായി വിജയൻ, ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി വിജയനുമായിട്ട് ഇത്തരത്തിൽ ഒരു ആഘോഷവും ഒരു കളിചിരി തമാശയും ഒന്നും വേണ്ടിയിരുന്നില്ല. അപ്പോ ഇതാണ് കോൺഗ്രസിലെ ചില പ്രവർത്തകർ, ചിലർ എന്ന് പറഞ്ഞാൽ ഒരുപാടധികം പേർ, ഈ ഒരു വി.ഡി. സതീശനും പിണറായി വിജയനും ഒരുമിച്ചിരുന്ന് സദ്യ ഉണ്ണുന്നതിൻ്റെയും ഓണം ആഘോഷിക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ പുറത്തു വന്ന ഉടനെ കോൺഗ്രസ് പ്രവർത്തകരുടേതായിട്ട് ചില ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തി. എന്ത്? കേസായിരുന്നെങ്കിൽ അത് ചെയ്യില്ല. ആര്? കെ സുധാകരൻ ആയിരുന്നെങ്കിൽ അത് കേസായിരുന്നെങ്കിൽ അത് ചെയ്യില്ല എന്ന്. യെസ്, സുധാകരൻ ആയിരുന്നെങ്കിൽ അത് ചെയ്യില്ല. കാരണം അയാൾ ആർജവമുള്ള, നട്ടലുള്ള, കോംപ്രമൈസ്, നോ കോംപ്രമൈസ്. അതാണ് അയാളുടെ ആ ഒരു രാഷ്ട്രീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു മാർഗരേഖ. അതല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത്, അയാൾ മുന്നോട്ട് വെക്കുന്ന ഒരു നിയമം, അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് അയാൾ തീരുമാനിക്കുന്ന അയാളുടെ പ്രവർത്തനങ്ങളുടെ ഒരു മാർഗരേഖ എന്ന് പറയുന്നത് നോ കോംപ്രമൈസ് എന്നാണ്. അത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടതാണ്. കോൺഗ്രസ് പ്രവർത്തകരെ അവരെ ചേർത്ത് പിടിക്കുന്നതിൽ കെ സുധാകരന് ഒരു കോംപ്രമൈസും ഇല്ല. ഇത് പറയുമ്പോൾ എനിക്ക് വളരെയധികം ഓർത്തെടുക്കാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളുണ്ട്. സുധാകരന്റെ വളരെ വളരെ ഓർത്തെടുക്കാൻ പറ്റുന്ന സന്ദർഭം, പണ്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന കാലം അന്ന് ഈ കെ സുധാകരൻ പറയുന്നത് കണ്ണൂർ ജില്ലയിൽ ഒരു ആവേശമായിരുന്നു. ഒരു ആവേശം എന്നതിനൊക്കെ അപ്പുറം കെ സുധാകരൻ എന്ന് പറയുന്നത് ഒരു വികാരമായിരുന്നു. കണ്ണൂർ ജില്ലയിൽ പാർട്ടിയെ കെട്ടിപ്പിടിക്കുന്നതിൽ കെ സുധാകരന്റെ പങ്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരിക്കലും എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വികാരമായി നിൽക്കുന്ന സമയം അന്നാണ് DIC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. DIC എന്ന് പറയുന്ന പ്രസ്ഥാനം ഉടലെടുക്കുന്നു. അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഇരിക്കൂറിൽ കോൺഗ്രസിന്റെ കൂടെ നിന്നവർ, അതിൽ നിന്ന് അതിന്റെ നേതാക്കളിൽ 1-2 പേർ തന്റെ കൂടെയുള്ള കുറച്ച് അണികളുമായിട്ട് DICയിലേക്ക് ചേക്കേറുന്നു എന്ന് മാത്രമല്ല, ഈ ഇരിക്കൂറിന് ചുറ്റുഭാഗമുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് CPMന്റെ പാർട്ടി ഗ്രാമങ്ങളാണ്. ആ പാർട്ടി ഗ്രാമങ്ങളിലുമായിട്ടുള്ള CPMന്റെ നേതാക്കളുമായിട്ട് സന്ധിയിലാകുന്നു ഈ DICക്കാർ. അങ്ങനെ ഇരിക്കൂറിലെ ഭരണം പിടിച്ചെടുക്കുവാനുള്ള തത്രപ്പാടുകൾ നടത്തുന്നു. അതിനിടെയാണ് പ്രാദേശിക നേതാവായിട്ടുള്ള പേര് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. ഇതൊക്കെ പ്ലസ് ടുവിന് പഠിക്കുന്ന കാലം നോക്കിക്കണ്ടതാണ്. പ്രാദേശിക നേതാവായിരുന്ന, അന്ന് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വീട് ഈ DIC പ്രവർത്തകർ സഖാക്കളുടെ സപ്പോർട്ടോടുകൂടി, സഖാക്കളുടെ പിന്തുണയോടുകൂടി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു അത്. അതും ഇരിക്കൂറിന്റെ മണ്ണിൽ വന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിന്റെ വീട് ആക്രമിക്കുന്നു. ആര്? ഈ DICയിലേക്ക് ചേക്കേറിയ മുൻ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളും പിന്നെ ഈ സഖാക്കളും ചേർന്നുകൊണ്ട്. അന്ന് അവിടെ സുധാകരൻ തന്റെ പ്രവർത്തകരെ, ആ പ്രാദേശിക നേതാവ് എന്ന് പറയുന്നത് സുധാകരനുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു പ്രാദേശിക നേതാവിനെ സംരക്ഷിച്ചു പിടിക്കാൻ സുധാകരൻ കാണിച്ച ആർജവം, നട്ടല്, അത് മറ്റൊരു തരത്തിലായിരുന്നു. ഇന്നും അത് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചമാണ്. കാരണം അന്ന് നമ്മളത് ലൈവായിട്ട് പ്രശ്നബാധിത സ്ഥലങ്ങളിൽ ലൈവായിട്ട് ഉണ്ടായ വ്യക്തികളാണ്, കണ്ണുകൊണ്ട് കാണേണ്ട കാഴ്ചയാണ് ഈ പറയുന്നത്. അന്ന് സുധാകരൻ കാണിച്ച ആ ആർജവം, ആ ഉശിര്, ഒരുത്തന്റെ മുമ്പിലും മുട്ടുമടക്കില്ല എന്ന് മാത്രമല്ല, കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് ഈ കണ്ണൂരിലെ രാഷ്ട്രീയം കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവുള്ള നേതാവ്. ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇയാൾ KPCC പ്രസിഡന്റിന്റെ സ്ഥാനത്ത് ഇരുന്നപ്പോൾ ഒരുപാടധികം ആഗ്രഹിച്ചതാ. ഇയാൾ ആ സ്ഥാനത്ത് വരണമെന്ന് അതിന് മുൻപും ആഗ്രഹിച്ചതാ. അയാൾ ഇറങ്ങിപ്പോയപ്പോഴും ആഗ്രഹിച്ചതാ ആ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ ഇറങ്ങിപ്പോവരുത് എന്ന്. അപ്പോൾ ആ സുധാകരനാ പറയുന്നത്, സതീശൻ ചെയ്തത് അത് വളരെ മോശമായി പോയി. അതല്ലെങ്കിലും അങ്ങനെയല്ലേ, വളരെ മോശപ്പെട്ട പരിപാടിയല്ലേ ഈ സതീശൻ ചെയ്തത്. ഒരു കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റിനെ ഇഞ്ചം പരിഭവമാക്കിയിട്ട് അതിന്റെ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിക്കൊപ്പം ആ വീഡിയോ വന്ന ദിവസം തന്നെ പോയിരുന്ന് സദ്യ കഴിച്ച് കോംപ്രമൈസിലെത്തുക, എന്നിട്ട് പറയുക ഞങ്ങളുടെ ആശയപരമായ ഇതാണ്. ആശയപരം മാത്രമൊന്നുമല്ല, സഖാക്കളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് ആശയപരമല്ല,
അത് നിങ്ങൾക്ക് സഖാക്കളെ അറിയാനിട്ടാണ്, സഖാക്കളെ കണ്ടിട്ടില്ലാഞ്ഞിട്ടാണ്. സഖാക്കൾക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് ആശയപരം മാത്രമല്ല, അത് പലപ്പോഴും സഖാക്കൾ കായികപരമായിട്ടും ശാരീരികപരമായിട്ടും നേരിടുന്ന ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം രാഷ്ട്രീയപരമായിട്ട് തന്നിൽ നിന്ന് എതിർ ശബ്ദങ്ങൾ ഉയർത്തുന്നവരെ കായികപരമായിട്ട് ശാരീരികപരമായിട്ട് നേരിടുന്ന പല സിറ്റുവേഷനുകൾ കണ്ണൂരിന്റെ ജീവിതത്തിൽ പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. +2 പഠിക്കുന്ന കാലം കണ്ണൂരിൽ ഉണ്ടായിരുന്ന സമയം നമ്മൾ അത് കണ്ടിട്ടുണ്ട്. അപ്പോ അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സതീശൻ ഇങ്ങനെ എടുത്തു ചാടി ഒരു നടപടിയിലേക്ക് കടന്നപ്പോൾ, അത് സതീശന്റെ മാത്രം തീരുമാനമായപ്പോൾ, ആ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ VD സതീശൻ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ ഇതിൻ്റെയൊക്കെ ഉത്തരവാദി താനാണെന്ന് അവകാശപ്പെട്ടപ്പോൾ, ഇപ്പോഴൊക്കെ പലപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിച്ചതാണ്, ഇന്ന് ഈ ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത്, അധ്യക്ഷ സ്ഥാനത്ത് K സുധാകരൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് പലരും ആഗ്രഹിച്ചതാണ്. എല്ലാവരും തന്നെ, കോൺഗ്രസ്സുകാരെല്ലാവരും, എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരായിട്ടുള്ള എല്ലാവരും അത് വല്ലാതെ ഇപ്പോഴും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം അയാൾ നോ കോംപ്രമൈസ് എന്നൊരു പറയുന്ന വാക്ക് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ മുന്നിൽ അത് തൻ്റെ ഒരു മാർഗരേഖയായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ്. അതാണ് K സുധാകരൻ.